മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബാലചന്ദ്രമേനോൻ മുഖം തിരിച്ചു വൈജയന്തിയെ നോക്കി 2 നിമിഷം നിന്നു. അവൾ തന്റെ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ പോലും തങ്ങൾക്കിടയിൽ സുതാര്യമായൊരു മഞ്ഞുഭിത്തിയുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. അതിനപ്പുറത്ത് ഐഹികമായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ഞാനെന്ന അഹംഭാവം തീർത്തും ഉപേക്ഷിച്ച് ദാസ്യവൃത്തി സ്വീകരിച്ച സന്യാസിനിയെപ്പോലെയാണ് അവളുടെ നിൽപ്പ്. ഒരഗ്നിപർവ്വതം തണുത്തുറഞ്ഞു മൃതമായി തീർന്നതുപോലെ. അനുവാദം ചോദിക്കലിൻ്റെയോ അത് നൽകുന്നതിൻ്റെയോ ആവശ്യകത തീരെയില്ല. അത് ഔപചാരികവും ധാർമ്മികവുമായ ഒരു കടമ മാത്രം. കഴിഞ്ഞ 23 വർഷവും തന്നോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഈ സ്ത്രീയുടെ സാമീപ്യം എല്ലായ്പ്പോഴും തനിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നയാൾ ഓർത്തു. ഇപ്പോൾ എത്ര അടുത്തു വന്നു നിന്നിട്ടും അത് അനുഭവപ്പെടുന്നില്ല. ഒരു ചെറു ചലനമോ ഒരു തരംഗമോ പോലും മനസ്സിലുണ്ടാകുന്നില്ല. അതൊരു നിശ്ചയ ജലാശയം പോലെ തണുത്തുറഞ്ഞു കിടക്കുന്നു. അയാളുടെ ഹൃദയതാപം അടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി ഒന്നുമില്ല. വെറുപ്പ്, വിദ്വേഷം, അമർഷം, അഭിനിവേശം, ഒന്നും. കഴിഞ്ഞ 23 വർഷവും ഈ സ്ത്രീ തന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന സത്യം അയാളുടെ മനസ്സിൽ തുരുമ്പിച്ചു കിടപ്പുണ്ട്. താനായിരുന്നില്ല അവളുടെ പുരുഷൻ. ആ കാലഘട്ടം പോയി മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന് തിരിച്ചു വരില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ശൂന്യത മാത്രം. വൈജയന്തി നോക്കുമ്പോഴും അത് തന്നെ ആയിരിക്കാം കാണുക എന്നും അയാൾ ഓർത്തു. ആ നഷ്ടത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. ശേഷിച്ച ജീവിതമോ എന്ന് ഗോവർദ്ധൻ ഒരു ദിവസം ചോദിച്ചത് ബാലചന്ദ്രമേനോൻ ഓർത്തു. ശേഷിച്ച ജീവിതമെന്നാൽ അത് ശേഷിച്ച ജീവിതം തന്നെയാണ്. അത് മറ്റൊന്നിനും പകരമാകുന്നില്ല. നഷ്ടപ്പെട്ടു പോയ 23 വർഷവും സ്വന്തം ജീവിതത്തിൻ്റെ നായകസ്ഥാനവും അതിൻ്റെ അധികാരാവകാശങ്ങളും സ്നേഹാഭിലാഷങ്ങളും വികാരപരമായ ആനന്ദമൂർച്ചകളും ഒന്നും അതേപടി ചുമന്നുകൊണ്ട് ഇപ്പുറത്ത് പുനഃപ്രതിഷ്ഠിക്കുവാൻ സാധ്യമല്ല. ആകെ കൂടി അയാൾ കണക്കെടുത്ത് നോക്കിയത് ഇത്ര മാത്രമായിരുന്നു. വൈജയന്തിയോട് തനിക്ക് കാലുഷ്യമുണ്ടോ? അല്പമെങ്കിലും. ഇല്ല എന്ന ഉത്തരം കിട്ടി. തൻ്റെ ജീവിതത്തിൽ നിന്നും മാറി നിന്ന് ഒരന്യനെ പോലെ നോക്കുമ്പോൾ അല്പം സഹതാപമുണ്ട് എന്നും അയാൾ കണ്ടെത്തി. അവളുടെ മനസ്സിലെ ശൂന്യതയും നികത്താനാവാത്തതാണ്. അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും വീണ്ടെടുക്കാനാവാത്തതാണ്. എവിടെയോ സംവിധാനം ചെയ്യപ്പെട്ട നാടകം റിഹേഴ്സലുകളില്ലാതെ അഭിനയിച്ചു തീർക്കുവാൻ വിധിക്കപ്പെട്ട അഭിനേതാക്കൾ മാത്രമാണ് തങ്ങളെന്ന് അയാൾക്ക് തോന്നി. പിന്തിരിഞ്ഞ് തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരുതരം ആത്മനിന്ദ. നീ ആരായിരുന്നു ബാലചന്ദ്രൻ? നീ എന്തെങ്കിലും നേടിയോ? എവിടെയെങ്കിലും എത്തിയോ? നീ ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? പാഴായും ശൂന്യമായും കിടക്കുന്നൊരു മരുപ്രദേശം. അങ്ങിങ്ങ് ചില പച്ചപ്പുകൾ, ചില ഒറ്റയടി പാതകൾ, വഴികൾ കൂട്ടുമുട്ടുന്ന ചില സ്ഥലങ്ങളിൽ ആരുടെയൊക്കെയോ കാലടിപ്പാടുകൾ. എന്നിരുന്നാലും ഈ മരുപ്രദേശത്ത് തുടക്കം മുതൽ തെളിഞ്ഞു കിടന്നത് 2 കാൽപ്പാടുകൾ. അവ ഏകാന്തമാണ്. ഒരു കാൽപ്പാടിൽ നിന്നും അകന്നാണ് അടുത്തത്. രണ്ടും തൻ്റേത് തന്നെ. അത്രയേ ഉള്ളൂ ഇതുവരെയുള്ള ജീവിതം. പൊയ്ക്കോട്ടെ ബാലേട്ടാ. വൈജയന്തിയുടെ ചോദ്യം വീണ്ടും വന്നു. അലീനയും കൂട്ടി ആഗ്രയ്ക്ക് പോകുവാനുള്ള അനുവാദം ചോദിക്കുവാൻ വേണ്ടി വന്നതാണവൾ. ഓർമ്മയിൽ നിന്നും മുക്തനായതുപോലെ അയാൾ വീണ്ടും അവളെ നോക്കി. ശരി, അത്രമാത്രം പറഞ്ഞു. അതിൽ കൂടുതലൊന്നും വൈജയന്തി പ്രതീക്ഷിച്ചുമില്ല. അവൾ പിന്തിരിഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബബിത ഊണുമുറിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ സമ്മതിച്ചോ? ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമാണോ അമ്മയ്ക്ക്? പോണം. അമ്മ ഇനി ഒരിക്കലും ഈ വീട്ടിൽ താമസിക്കില്ലേ? ഉവ്വെന്നോ ഇല്ലെന്നോ വൈജയന്തി മറുപടി പറഞ്ഞില്ല. അവളുടെ ചുമലിൽ കൈവച്ച് മുഖത്തേക്ക് നോക്കി നിമിഷങ്ങളോളം നിന്നു. പിന്നെ മെല്ലെ അവളെ ആലിംഗനം ചെയ്തു. പുറത്തു തലോടി. ബബിതയ്ക്ക് അമ്മയുടെ തോളിൽ കിടന്നൊരു കുഞ്ഞിനെ പോലെ കരയണമെന്ന് തോന്നി. അമ്മയുടെ കൈകൾ ഊഷ്മളമായിരുന്നു. അമ്മയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. അമ്മ അവളുടെ നെറ്റിയിലും മൂർധാവിലും ഉമ്മ വെച്ചു. അമ്മയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ രക്തക്കുഴലിലൂടെയും സ്നേഹം ഒഴുകി വന്ന് തൻ്റെ രക്തക്കുഴലുകളിലേക്ക് പ്രവേശിക്കുന്നതും തൻ്റെ രക്തവുമായി ഇടകലർന്ന് അത് ഹൃദയത്തിലേക്ക് കുതിക്കുന്നതും അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. സവിശേഷമായ ആ അനുഭൂതി ഇതിനു മുൻപൊരിക്കലും അവൾക്ക് കിട്ടിയിരുന്നില്ല. അമ്മ ഇപ്പോഴാണ് തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് അവൾക്ക് തോന്നി. രാവിലെ 9 മണിക്ക് വന്നതാണ് അമ്മ. അപ്പോൾ മുതൽ 1.5 മണി വരെ ഒട്ടും വിശ്രമമില്ലാതെ പണിയെടുക്കുകയായിരുന്നു. ബബിത നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അടുത്ത ആഴ്ചത്തേക്കോ മാറ്റിവെച്ച ജോലിയെല്ലാം വൈജയന്തി ചെയ്തു തീർത്തു. ഈ വീട് തനിക്ക് അന്യമല്ലെന്നും തൻ്റെ ഭർത്താവും മക്കളും വസിക്കുന്ന ഈ വീടിനോട് തനിക്ക് കരുതലും സ്നേഹവും ഉണ്ടെന്നുള്ള മൂകമായ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. കൃഷ്ണമോളുടെ എക്സാം കഴിഞ്ഞതിനാൽ അവളും നല്ല ചുറുചുറുക്കോടെ അമ്മയ്ക്കൊപ്പം നിന്ന് സഹായിച്ചു. അമ്മ രാവിലെ എത്തുന്നുണ്ടെന്ന് അലീന ചേച്ചി ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ അവൾ അമ്മയെ കാത്തു വഴിക്കണ്ണുമായിരിക്കുകയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വൈജയന്തി കൃഷ്ണജയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അനുവാദമെല്ലാം കൃഷ്ണജ അച്ഛനോട് നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിച്ചു. ഇത്തവണ അമ്മയോടൊപ്പം പോകുമ്പോൾ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നുണ്ട്. അലീനയോടൊപ്പം കുളത്തുപുഴ വീട്ടിൽ പോവുക. രോഹിത് നാളെയോ മറ്റന്നാളോ എത്തിച്ചേരുമ്പോൾ കഴക്കൂട്ടത്തേക്ക് പോകാനിരിക്കുകയാണ് ബബിതയും. അടുത്ത വർഷം മുതൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരാനാണ് താല്പര്യം. 1ാം വർഷം ഡിഗ്രിക്ക് പഠിച്ചതെല്ലാം അവൾ മറന്നു കഴിഞ്ഞിരുന്നു. കുറേ അധികം ക്ലാസ്സും നഷ്ടപ്പെട്ടു. അതിനാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നില്ല എന്നവൾ തീരുമാനമെടുത്തു.
അക്കാദമിക് ബിരുദ പഠനം തുടരുവാനും അവൾക്ക് താല്പര്യമില്ല. ബാലചന്ദ്രമേനോനും കൃഷ്ണജയും സിറ്റൗട്ടിൽ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. ഊണ് കഴിക്കുവാൻ വന്ന ബാലചന്ദ്രമേനോൻ ഊണും ചെറിയൊരു മയക്കവും കഴിഞ്ഞ് കടയിലേക്ക് തിരിച്ചു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. അതിൻ്റെ ഇരമ്പൽ അകന്നുപോയി. കൃഷ്ണജ ഊണുമുറിയിലേക്ക് വന്നു. അവൾ നല്ല ഉത്സാഹത്തിലാണ്. അവൾ ചോദിക്കുകയാണ്, അമ്മേ, നമ്മൾ കാറിലല്ലേ പോകുന്നത്? വൈജയന്തി തിരുവനന്തപുരത്തു നിന്ന് കാറിലാണ് എത്തിയത്. ശ്രീകുമാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരുന്ന കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. വൈജയന്തി പറയുകയാണ്, നമുക്ക് ബസ്സിൽ പോകാം. അപ്പോൾ കാറോ? അതിന് മറുപടി പറയാതെ വൈജയന്തി അതിൻ്റെ കീ ചെയിൻ കൊണ്ടുവന്ന് ബബിതയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത് ഇനി നീ വെച്ചു, നിനക്കുള്ളതാ. ബബിത അന്തം വിട്ടുപോയി. കൃഷ്ണജ വിശ്വസിക്കാനാവാതെ വാ പൊളിച്ചു. ബബിതേച്ചിക്ക് കാറോ? രോഹിയേട്ടന് പോലും ഇല്ലല്ലോ. അവനൊരാണല്ലേ മോളെ. ബബിതയ്ക്ക് അതിശയം തീരുന്നില്ല. അവൾ ചോദിക്കുകയാണ്, അമ്മ ഇതെനിക്ക് സ്വന്തമായിട്ട് തന്നതാണോ? അതെ, നീ ഡ്രൈവിംഗ് പഠിച്ചതല്ലേ? കുളത്തുപുഴയിൽ താമസിച്ചിരുന്നപ്പോൾ സ്റ്റാൻലി പപ്പയും അലീന ചേച്ചിയും ചേർന്ന് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ ശ്രമിച്ച കാര്യം ബബിത അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈസൻസ് ഇല്ല. ലൈസൻസ് എടുക്കണം. അമ്മയ്ക്ക് വേണ്ട ഇത്? അവിടെ ഇതെനിക്ക് ആവശ്യം വരില്ല. പിന്നെ പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. ബബിത അപ്പോൾ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്, ഈ അലീന ചേച്ചിയുടെ സ്വഭാവം തന്നെ അമ്മയ്ക്കുമായോ? സാധാരണ അമ്മയുടെ സ്വഭാവം മക്കൾക്കാ കിട്ടുന്നത്. ഇവിടെ മാത്രം നേരെ മറിച്ചാണ്. മോളുടെ സ്വഭാവം അമ്മയ്ക്ക്. തെല്ലുക്കുശുമ്പോടെ കൃഷ്ണജ ചോദിക്കുകയാണ് അപ്പോൾ, അമ്മേ, ഇവൾക്ക് ആര് പെട്രോൾ അടിച്ചു കൊടുക്കും? ഇവളത് മിസ്യൂസ് ചെയ്യുമോ എന്ന് ആർക്കറിയാം? ഒരു കാറ് സ്വന്തമായി കൊണ്ടു നടക്കാനുള്ള പ്രായമായോ ബബിതേച്ചിക്ക്? അതിന് വൈജയന്തിയുടെ മറുപടി, ഈ വീട്ടിൽ അവൾക്കാണ് ആദ്യം പ്രായവും പക്വതയും വന്നത്, രോഹിത്തിനേക്കാളും മുൻപേ. അവൾ ഇനി ഒന്നും മിസ്യൂസ് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഓ, അമ്മയുടെ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടി. അലീന ചേച്ചിയുടെ കോഴ്സാണല്ലോ അമ്മ പഠിച്ചതും പാസ്സായതും. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൃഷ്ണജയുടെ കളിയാക്കലിൽ കുശുമ്പും പരിഭവവും എല്ലാം നിറഞ്ഞു നിന്നു. വൈജയന്തിയും കൃഷ്ണജയും പാലായിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് തിരിക്കുമ്പോഴേക്കും 3:30 മണിയായി. രോഹിയേട്ടൻ വരുമ്പോൾ ഞാനങ്ങ് എത്തിക്കോളാം, അവരെ യാത്രയാക്കവേ ബബിത പറയുകയാണ്. ബാംഗ്ലൂരിൽ രോഹിത്തിൻ്റെ ആദ്യത്തെ 2 സെമസ്റ്ററും പരീക്ഷയും കഴിഞ്ഞു. 1 മാസത്തെ അവധിക്ക് അവൻ വരുന്നുണ്ട്. രാത്രിക്ക് മുൻപ് കഴക്കൂട്ടത്ത് എത്തണമെന്നായിരുന്നു വൈജയന്തിയുടെ കണക്കുകൂട്ടൽ. അവിടെ ഇന്ന് അലീനയ്ക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത്ര ജോലിയുണ്ടാവും. രേവതിക്കുട്ടിയുമില്ല സഹായത്തിന്. അവൾക്ക് ഡിഗ്രി 2ാം വർഷ പരീക്ഷ എഴുതാനുണ്ടായിരുന്നതിനാൽ സ്റ്റഡി ലീവ് പകുതി തീർന്നപ്പോഴേ മാമച്ചൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇനി പരീക്ഷ കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും കുളത്തുപുഴയിൽ നിന്നും ടാനിയായും എത്തും. സ്നേഹനികേതനത്തിൽ അപ്പോൾ എല്ലാ കാര്യവും ഭംഗിയായി നടത്താൻ ആളുമുണ്ടാവും. ഔതക്കുട്ടിച്ചായൻ, രേവതിക്കുട്ടി, ബബിത, ടാനിയ, കൃഷ്ണമോൾ എല്ലാവരും. സ്നേഹനികേതൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് അലീനയും വൈജയന്തിയും കൂടി ആഗ്രയ്ക്ക് പോകുന്നത്. അവളുടെ പപ്പയും അമ്മയും സ്നേഹിച്ച് ജീവിച്ച ആ സ്ഥലം കാണുക എന്നത് അവളുടെ സ്വകാര്യ സ്വപ്നമാണ്. അവിടെ എന്തിരിക്കുന്നു കാണാൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുത ഭൂമിയാണ്, സ്വപ്നഭൂമിയാണ്. ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം കാണാൻ പോകുന്നത്ര ആവേശവും ആഗ്രഹവുമുണ്ട് അവൾക്ക്. അവിടെ പണ്ടെന്നോ 2 ആത്മാക്കൾ കണ്ടുമുട്ടുകയും സ്നേഹിക്കുകയും അവളുടെ ജനനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അവൾ ഒഴുകി വന്നത്. യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതും ആഗ്രയിലെത്തുമ്പോൾ വൈജയന്തിക്കും അലീനയ്ക്കും താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തതും സ്റ്റാൻലി ആയിരുന്നു. ആഗ്രയിൽ അയാൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എളുപ്പമായി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈജയന്തിയെയും അലീനയെയും യാത്രയാക്കാനും സ്റ്റാൻലി എത്തിയിരുന്നു. സ്റ്റാൻലി മാത്രമല്ല, രേവതിക്കുട്ടി, ബബിത, ടാനിയ, കൃഷ്ണജ, രോഹിത്ത്, ഔതക്കുട്ടിച്ചായൻ എല്ലാവരും ഉണ്ടായിരുന്നു. ട്രെയിൻ പുറപ്പെട്ട ശേഷം സ്റ്റാൻലി അവരെയും കൊണ്ട് കഴക്കൂട്ടത്തേക്ക് തിരിച്ചു പോന്നു. അലീനയും വൈജയന്തിയും ഇല്ലാത്തപ്പോൾ രേവതിക്കുട്ടിയാണ് സ്നേഹനികേതനത്തിൻ്റെ സർവാധികാര്യസ്ഥ. എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ പ്ലാനിട്ട് അവൾ പറയും, ഞാനാണ് സീനിയർ മോസ്റ്റ്, പ്രോട്ടോക്കോൾ അനുസരിച്ച് പെരുമാറണ്ടേ. വെറുതെ തമാശ പറയുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെല്ലാം, കൃഷ്ണജ പോലും ഉത്സാഹത്തോടെ സ്നേഹനികേതനത്തിൽ ജോലിയെടുത്തു. അലീനയോ വൈജയന്തിയോ ഇല്ലാത്തതിൻ്റെ കുറവ് അവിടെ ഉണ്ടാകരുതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഔതക്കുട്ടിച്ചായൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും വിട്ടുപോയത് ഓർമ്മിപ്പിച്ചുകൊണ്ടും കാരണവരായി നിലകൊണ്ടു. സ്റ്റാൻലി നിത്യവും സ്നേഹനികേതനത്തിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും അലീനയുടെ ഫോൺ കോളും അന്നത്തെ യാത്രകളുടെയും കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും കമൻട്രിയും കിട്ടിക്കഴിഞ്ഞ് ബബിതയും രേവതിക്കുട്ടിയും ടാനിയായും ഉറങ്ങാൻ കിടക്കുമായിരുന്നുള്ളൂ. സ്റ്റാൻലിയെ മാത്രം അലീന എന്നും രാവിലെയാണ് വിളിക്കുക. ആകെ 10 ദിവസത്തേക്കുള്ള യാത്രാ പരിപാടിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. രേവതിക്കുട്ടി അവധിക്കാലം മുഴുവൻ സ്നേഹനികേതനത്തിലുണ്ടായിരുന്നു. അടുത്ത അധ്യയന വർഷം ആരംഭിച്ചതോടെ അവൾ എറണാകുളത്തേക്ക് മടങ്ങിപ്പോയി. ശരണ്യ ഒരു ഹ്രസ്വകാല അവധി കിട്ടിയപ്പോൾ കുറച്ചു ദിവസം സ്നേഹനികേതനത്തിൽ വന്ന് താമസിച്ചുകൊണ്ട് അലീനയെയും സഹപ്രവർത്തകരെയും സഹായിച്ചു. ടാനിയായുടെയും ടെൽസയുടെയും തുടർ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അലീനയും സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും എൽസമ്മയും തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തി. തിരുവനന്തപുരത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ടാനിയ ബിരുദ പഠനം ആരംഭിക്കണമെന്ന് തീരുമാനമായി.
ഇടയ്ക്കിടെ സ്നേഹനികേതനത്തിൽ വന്നു പോകാം എന്നുള്ളതിനാൽ അവൾക്കത് സന്തോഷപ്രദമായിരുന്നു. ടെൽസയെ അലീന തൻ്റെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് കഴക്കൂട്ടത്തെ സ്കൂളിൽ ചേർത്തു. സ്റ്റാൻലിയും എൽസമ്മയും ടോജോയും കുളത്തുപുഴയിൽ തന്നെ താമസിച്ചു. ബബിതയുടെ കാര്യത്തിൽ ആദ്യമെടുത്ത തീരുമാനം അവൾ കൂടി തിരുവനന്തപുരത്തേക്ക് വരട്ടെ എന്നായിരുന്നു. ടാനിയയ്ക്കും ബബിതയ്ക്കും ഒരേ കോഴ്സിന് തന്നെ ചേരാമെന്നും ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കാമെന്നും ഒരാലോചനയുണ്ടായി. എന്നാൽ കൃഷ്ണമോളും ബാലചന്ദ്രമേനോനും ഒറ്റപ്പെടുന്നത് പരിഗണിച്ച് ആ തീരുമാനം തിരുത്തി. ബബിതയും കൃഷ്ണമോളും പാലായിൽ തന്നെ പഠിക്കട്ടെ എന്നും തീർപ്പായി. ചിന്നുമോളുടെ ഓപ്പറേഷൻ നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനും അതിന്റെ തീയതി നിശ്ചയിക്കുവാനും മറ്റുമായി മാമച്ചനും ഗ്രേസമ്മയും ഷെറിനെ കുവൈറ്റിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ടോണിക്ക് വരാൻ അവധി കിട്ടിയില്ല. ഷെറിൻ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു എന്നത് മാമച്ചനെയും ഗ്രേസമ്മയും സന്തുഷ്ടരാക്കി. 2 ഗുണഫലങ്ങൾ അതിനുണ്ടെന്നവർ കണ്ടു. ഒന്ന്, ചിന്നുമോളുടെ മേൽ ഷെറിനുള്ള അത്യാകാംക്ഷയ്ക്കൽപ്പം ശമനമുണ്ടാവും. ചിന്നുമോൾ കാലക്രമേണ മാമച്ചന്റെ വീട്ടിലെ കുട്ടിയായി അവരുടെ എല്ലാ പ്രതീക്ഷകളുടെയും ആകെത്തുകയായി മാറും. ചിന്നുമോളുടെ അമ്മ ഷെറിനാണ് എന്നുള്ള അവകാശാധികാരങ്ങൾ നിലനിൽക്കെ തന്നെ അവൾ തങ്ങളുടെ പേരക്കുട്ടിയാണെന്ന വാസ്തവത്തിനും അവളുടെ ലോക്കൽ ഗാർഡിയൻ എന്ന പദവിക്കും കൂടുതൽ ഊന്നൽ ലഭിക്കും. രണ്ടാമത്തെ ഗുണഫലം, ടോണിക്കും ഷെറിനും കൂടി ഒരു കുഞ്ഞുണ്ടാവുന്നതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാവുകയും ചിന്നുമോളെ ഉൾപ്പെടുത്താതെ തന്നെ അവരുടേതായ ഒരു ലോകവും ജീവിതവും ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതായിരുന്നു. എറണാകുളത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചിന്നുമോളുടെ ഓപ്പറേഷൻ വിജയകരമായി നടന്നു. മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഷെറിനും ധൈര്യം പകരാൻ രേവതിക്കുട്ടിയും അലീനയും സ്റ്റാൻലിയും എറണാകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സ്നേഹനികേതനത്തിന്റെ ഡോർമിട്രിയോടനുബന്ധമായി ഒരു നീണ്ട ഷെഡ് നിർമ്മിച്ച് നിർധന യുവതികൾക്കായി അലീന ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം രൂപപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഫണ്ടിന്റെ അപര്യാപ്തത നിമിത്തം അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് നീങ്ങിയത്. എങ്കിലും 1 വർഷത്തിനുള്ളിൽ അവരുടെ ലക്ഷ്യം സാധ്യമായി. അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. വിവിധതരം തൊഴിലുകളിൽ പ്രാഥമിക പരിശീലനം നടത്തുന്നതിനൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു തൊഴിൽശാലയും തുറന്നിട്ടുണ്ടായിരുന്നു. കരകൗശല വസ്തുക്കൾ, വിവിധതരം അച്ചാറുകൾ, കറിക്കൂട്ടുകൾ, മസാലപ്പൊടികൾ, എണ്ണയിൽ വറുത്തെടുത്ത പലഹാരങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനവും വിപണനവും ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതി സമ്പൂർണ്ണ വിജയമായിരുന്നു. 15ഓളം നിർധന യുവതികൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്ന സംരംഭമായിരുന്നു അത്. അതോടൊപ്പം കമ്പ്യൂട്ടർ, ഫാഷൻ ഡിസൈനിങ്, ഗാർഡനിങ്, സ്റ്റിച്ചിങ്, എംബ്രോയിഡറി എന്നിവയ്ക്ക് പരിശീലനം നൽകുന്ന ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൂടി അലീന തുടങ്ങിവെച്ചു. സ്നേഹനികേതനത്തെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തുന്ന പ്രക്രിയയിൽ അലീനയോടൊപ്പം തോളോട് തോൾ ചേർന്ന് വൈജയന്തിയും പ്രവർത്തിച്ചു. അവളുടേത് നിശബ്ദ സേവനമായിരുന്നുവെന്ന് മാത്രം. എങ്കിലും എല്ലാ പദ്ധതികളുടെയും പിന്നിലുള്ള ശക്തിയും ധൈര്യവും അമ്മ മകൾക്ക് നൽകിയ സ്നേഹനിർഭരമായ പിന്തുണയായിരുന്നു. അതോടൊപ്പം സ്റ്റാൻലി നിർലോഭമായി നൽകി വന്ന സാമ്പത്തിക സഹായങ്ങളും ബുദ്ധിപൂർവമായ ഉപദേശങ്ങളും ഗുണപ്രദമായി. ഇതിനിടയിൽ അലീനയ്ക്ക് വേണ്ടി സ്റ്റാൻലി 2 വിവാഹാലോചനകൾ കൊണ്ടുവരികയുണ്ടായി. അതിലൊന്ന് അയാളുടെ സുഹൃത്തും കുളത്തുപുഴ സ്വദേശിയുമായ ഒരു പ്ലാന്ററുടെ മകൻ്റേതായിരുന്നു. രണ്ടാമത്തേത് പത്തനംതിട്ടക്കാരനായ ഒരു IPS കേഡറ്റിൻ്റെയും. അലീനയോട് അഭിപ്രായം ചോദിക്കാതെ നടത്തിയ 2 ആലോചനകളും അതിൻ്റെ തുടക്കത്തിൽ തന്നെ അലസിപ്പോയി. വിവാഹ കമ്പോളത്തിൽ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ മനുഷ്യത്വപരമായ അടിസ്ഥാന ഗുണങ്ങളല്ല വേണ്ടതെന്ന് സ്റ്റാൻലിക്ക് വളരെ വേഗം മനസ്സിലായി. കുടുംബം, പാരമ്പര്യം, സ്വത്ത്, തറവാട്ടു മഹിമ, ഏർപ്പെട്ടിരിക്കുന്ന ജോലി ഇവയെല്ലാമാണ് മാനദണ്ഡങ്ങൾ. അങ്ങനെ ചിക്കിച്ചികഞ്ഞു വരുമ്പോൾ വിവാഹ കമ്പോളത്തിൽ തൻ്റെ മകളുടെ സ്ഥാനം അംഗവൈകല്യം സംഭവിച്ചവരിലും പിറകിലാണ്. ആരാണ് അച്ഛൻ? ആരാണ് അമ്മ? എവിടെയാണ് ജനിച്ചത്? ഏത് കുടുംബത്തിൽ? എവിടെയാണ് വളർന്നതും പഠിച്ചതും? അലീനെ അറിയുന്നതിനേക്കാൾ മുൻപേ തെറ്റിപ്പിരിഞ്ഞ കല്യാണാലോചനയെപ്പറ്റി സ്റ്റാൻലി പറഞ്ഞപ്പോൾ അവൾ നേർത്ത പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, പപ്പ എന്തിനാ ആരോടും പറയാതെ വെറുതെ നാണം കെടാൻ പോയത്? നമുക്ക് പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകണമെന്നില്ല. പപ്പ മനസ്സിൽ കണ്ടിരിക്കുന്ന വിലയുടെ 100-1 പോലും എനിക്ക് വാസ്തവത്തിലില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ പപ്പയ്ക്കുള്ള വില ഈ ലോകത്ത് വേറെ ആരുടെയെങ്കിലും മകൾ അവളുടെ പപ്പയ്ക്കിട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നുമില്ല. അലീന അങ്ങനെ പറഞ്ഞുവെങ്കിലും തൻ്റെ മകളുടെ വില മനസ്സിലാക്കുന്ന മാന്യനും സുന്ദരനും വിദ്യാസമ്പന്നനുമായൊരു യുവാവിനെ കണ്ടെത്തുവാൻ കഴിയുമെന്ന് തന്നെ സ്റ്റാൻലി പ്രതീക്ഷിച്ചു. ഷെറിൻ പ്രസവത്തിനെത്തിയതും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചതുമാണ് സമീപകാലത്ത് അലീനയെയും രേവതിക്കുട്ടിയെയും മാമച്ചനെയും ഗ്രേസമ്മയെയും ഏറ്റവും അധികം സന്തോഷിപ്പിച്ച സംഗതി. ഗ്രേസമ്മയുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി ടോണി കുവൈറ്റിൽ നിന്നും ഷെറിനെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൾ കൊട്ടാരമറ്റം തറവാട്ടിലാണ് പോയി താമസിക്കേണ്ടത്. പക്ഷെ അതിനേക്കാൾ സ്നേഹപൂർണവും സന്തോഷഭരിതവുമായൊരു അന്തരീക്ഷം മാമച്ചൻ്റെ വീട്ടിലാണെന്നുള്ളത് ഷെറിന് തന്നെ അറിയാമായിരുന്നു. തൻ്റെ മകളോടൊപ്പം കുറെ അധികം നാൾ താമസിക്കാം. മാത്രമല്ല, മാമച്ചൻ്റെ വീട്ടിൽ നിന്നും കിട്ടുന്നത് പോലൊരു പരിചരണം മറ്റൊരിടത്തും കിട്ടുകയില്ലെന്നും അവൾക്കറിയാം. എന്തു ഭക്ഷണം കഴിച്ചിട്ടാണ് മമ്മിയുടെ വയറിങ്ങനെ ബലൂണ് പോലെ വീർത്തു വന്നതെന്നായിരുന്നു ഷെറിനെ ആദ്യം കണ്ടപ്പോൾ ചിന്നുമോളെ ആശ്ചര്യപ്പെടുത്തിയ സംഗതി. മമ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവയാണെന്നുള്ള അറിവ് അവളെ അത്യധികം ജിജ്ഞാസുവാക്കി. ആ കുഞ്ഞുവാവ പുറത്തേക്ക് വരുവാനുള്ള ദിവസം എത്രയും പെട്ടെന്ന് ഇങ്ങെത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം എത്തിച്ചേർന്നു.
തൊട്ടിലിൽ ശരിക്ക് കണ്ണുപോലും തുറക്കാതെ ചുരുട്ടിപ്പിടിച്ച കുഞ്ഞു കൈകൾ വിറപ്പിച്ചുകൊണ്ട് വാകീറി കരയുന്ന ചുക്കിച്ചുളിഞ്ഞ കുഞ്ഞുവാവ അവളെ നിരാശപ്പെടുത്തി. ഇതാണോ കുഞ്ഞുവാവ? കുഞ്ഞുവാവ് വരുമ്പോൾ തനിക്കൊപ്പം കളിക്കാൻ കൂട്ടുകിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ചിന്നുമോൾ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്റെ പാവക്കുട്ടികളെ തന്നെ ശരണം പ്രാപിച്ചു. ഷെറിന്റെ പ്രസവത്തോടനുബന്ധിച്ച് കുവൈറ്റിൽ നിന്നും എത്തിച്ചേർന്ന ടോണി 4 നാളുകൾക്ക് ശേഷം മടങ്ങിപ്പോയി. അലീനയും മനുശങ്കറും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ ശേഷം വൈജയന്തി ശിവശങ്കരമേനോനെ സമീപിച്ച് തന്റെ മകൾക്കു വേണ്ടി ഒരു അപേക്ഷ വെച്ചു. ശിവശങ്കരമേനോൻ അപ്പോൾ തന്നെ അത് നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്, കമലയ്ക്കിഷ്ടമല്ല. മാത്രവുമല്ല, ഈ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അലീനയുടെ സ്വഭാവം മോശമാണെന്നോ അവൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതും എൻ്റെ മകന്റെ ജീവിതവുമായി ചേർന്നു പോകില്ല. കൂടാതെ അവൾ ജനിച്ചതും വളർന്നതുമായിട്ടുള്ള ചുറ്റുപാടുകളും. വൈജയന്തി അത് കേട്ട് തൻ്റെ സഹോദരന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിന്നു. ശിവശങ്കരമേനോന്റെ മനസ്സ് പതറി. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, സ്റ്റാൻലിയും സമ്മതിക്കില്ലല്ലോ, പിന്നെന്തിനാണ് ഈ സാഹസം? അതിന് വൈജയന്തി, അവരെങ്കിലും സ്നേഹിച്ച് ജീവിച്ചോട്ടെ എന്ന് ഞാൻ കരുതി ശിവേട്ട. ആശാവഹമായ മറുപടിയൊന്നും ശിവശങ്കരമേനോന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. മനുശങ്കർ അവധിക്ക് വരുമ്പോഴെല്ലാം കഴക്കൂട്ടത്ത് പോയി അലീനയും കാണാറുണ്ടായിരുന്നു. ഒടുവിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനും തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ആകാംക്ഷയോട് അലീന അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ടെക്നോ പാർക്കിൽ മിക്കവാറും ജോലി ശരിയായേക്കും. പക്ഷേ ബാംഗ്ലൂരിനേക്കാളും ശമ്പളം കുറവാ. നഷ്ടമല്ലേ മനുവേട്ട അത്? വേറെ ചിലത് നേടണമെങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അലീന, എൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിന്റെ പപ്പ സമ്മതിക്കാതെ നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? അലീന അപ്പോൾ നിസ്സംശയം പറഞ്ഞു, ഇല്ല. പപ്പ വിചാരിച്ചാൽ നിന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? അവൾ അതേ സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഒരിക്കലുമില്ല. മനുശങ്കർ 3 മാസത്തിനുള്ളിൽ ടെക്നോ പാർക്കിൽ തൻ്റെ പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. രോഹിത് ഇതിനകം തൻ്റെ M.Tech പൂർത്തിയാക്കി പാലയിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണജ +1 പരീക്ഷ എഴുതി നിൽക്കുകയാണ്. ബബിത എഞ്ചിനീയറിംഗിൻ്റെ 4 സെമസ്റ്റർ പിന്നിട്ടു. താനിനി എന്ത് ചെയ്യണമെന്ന ചിന്ത രോഹിത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും ട്രെയിനിയായി കയറണമെന്ന് അവൻ ചിന്തിച്ചു. ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങിയാലോ എന്നും ആലോചിച്ചു. അച്ഛനെ സഹായിക്കാൻ ആരുമില്ലെന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി കടപ്പാട്ടൂരെ വീട്ടിൽ എല്ലാവരെയും കാണാനെത്തിയതായിരുന്നു. ഞായറാഴ്ചയായിരുന്നതിനാൽ ബാലചന്ദ്രമേനോനും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരോടുമൊപ്പം ഉച്ചയൂണും കഴിച്ച് പതിവ് പോലെ അല്പം വിശ്രമവും കഴിഞ്ഞ് വൈജയന്തി മടങ്ങി. രോഹിത് അമ്മയെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടിട്ട് തിരികെ വരികയാണ്. ബബിതയും അവനോടൊപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോയിരുന്നു. അച്ഛനീയുടെ അല്പം മദ്യപാനവും പുകവലിയും ഉണ്ടെന്ന് കാറിൽ വെച്ച് ബബിത വൈജയന്തിയോട് പറഞ്ഞു. മുൻപൊക്കെ അലീന ചേച്ചി പറഞ്ഞാലെങ്കിലും കേൾക്കുമായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചിയോട് നുണ പറയും. ഇനി വരുമ്പം അമ്മ പറയണം. വൈജയന്തി ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. തനിക്ക് എന്തുകൊണ്ട് ബാലേട്ടനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല? ആ ചോദ്യം 1000 വട്ടം സ്വയം ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. പേഴ്സിനുള്ളിലിരുന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. വൈജയന്തി ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. കൃഷ്ണജിയുടെ കരച്ചിലാണ് ആദ്യം കേട്ടത്. വൈജയന്തിക്ക് ഒരു നടുക്കമുണ്ടായി. അമ്മേ, അച്ഛൻ വീണു. പിന്നീട് അവൾ പറഞ്ഞതൊന്നും കരച്ചിലിൻ്റെ ഒഴുക്കിൽ വ്യക്തമായില്ല. രേവതിക്കുട്ടി ഗ്രേസമ്മയുമായി മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഡോർമെട്രിയിൽ നിൽക്കുകയായിരുന്നു. ഔതക്കുട്ടിച്ചായൻ തിടുക്കത്തിൽ വാതിൽക്കലേക്ക് വന്ന് രേവതിക്കുട്ടിയെ കൈകാട്ടി വിളിച്ചു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ രേവതിക്കുട്ടി ഓഫീസ് റൂമിലേക്ക് ചെന്നു. അലീന വിങ്ങി പൊട്ടിക്കൊണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കണ്ടു. ആൻറ്റി, ഞാനിപ്പോൾ തിരിച്ചങ്ങോട്ട് വിളിക്കാമേ, ഇവിടെ എന്തോ പ്രശ്നം, ഉടനെ വിളിക്കാം. അപ്പോഴേക്കും അലീനയും ഫോൺ വിളിക്കുന്നത് നിർത്തിയിരുന്നു. എന്തുപറ്റി ചേച്ചി? ചേച്ചി എന്തിനാ കരയുന്നേ? മോളെ, അച്ഛൻ വീണൂന്ന്. ആദി പിടിച്ചതുപോലെയുള്ള അലീനയുടെ വാക്കുകൾ. ഓ, അത്രേ ഉള്ളോ? എവിടെയാ വീണത്? എന്തെങ്കിലും പറ്റിയോ? എനിക്ക് അറിഞ്ഞുകൂടാ. ബബിത പൊട്ടിക്കരഞ്ഞോണ്ടാ എന്നോടത് പറഞ്ഞത്. രോഹിത് ഉടനെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചേച്ചി വിഷമിക്കാതെ, രോഹിതേട്ടനെ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. രേവതിക്കുട്ടി സെൽഫോണിൽ രോഹിത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അലീന ഒരാശ്വാസ വാർത്ത പ്രതീക്ഷിച്ച് വീർപ്പടക്കി അവളെ നോക്കി നിൽക്കുകയാണ്. അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. അലീന തേങ്ങലോടെ പറയുക. എനിക്കറിയാം, അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബബിത ഇങ്ങനെ വാവിട്ട് കരയത്തില്ല മോളെ. ഇനി ആരെ വിളിക്കും ചേച്ചി? അമ്മയൊന്ന് വിളിച്ചാലോ? അമ്മ ഇങ്ങോട്ടുള്ള ബസ്സിലായിരുന്നു മോളെ. ഇപ്പോൾ വിവരമറിഞ്ഞിട്ട് പാലായിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അലീന ഇതികർത്തവ്യമൂഢയായി ഏതാനും നിമിഷങ്ങൾ നിന്നു. പെട്ടെന്ന് അവളൊരു തീരുമാനത്തിലെത്തി. ഞാൻ അങ്ങോട്ട് പോവാ, നീ ഇവിടെ നോക്കിക്കൊള്ളണേ. അവൾ വേഗം പോയി ഡ്രസ്സ് മാറി. അതിനുശേഷം കുളത്തുപുഴയ്ക്ക് ഫോൺ ചെയ്ത് സ്റ്റാൻലിയെ വിവരമറിയിച്ചു. താൻ ഉടൻ പാലായിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം മനുശങ്കറെ വിളിച്ച് കടപ്പാട്ടൂരിൽ നിന്നും എന്തെങ്കിലും വാർത്ത കേട്ടുവോ എന്ന് ചോദിച്ചു. അവനെ കൊല്ലപ്പള്ളിയിൽ നിന്നും ശിവശങ്കരമേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അലീനയോട് മനു പറഞ്ഞു, കാർഡിയാക് അറസ്റ്റാണ്. രോഹിത് അപ്പോൾ തന്നെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
അതിൽ കൂടുതലൊന്നും അറിയില്ല. പറയാത്തതാണെന്ന് തോന്നി. അലീനയോടവൻ തനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ കൈമാറി. എന്നിട്ടൊടുവിൽ പറയുകയാണ്, പക്ഷേ അങ്കിൾ അങ്ങനെ സറണ്ടർ ആകുന്ന ആളൊന്നുമല്ല. അതാണ് എനിക്കൊരു പ്രതീക്ഷ. മനുവേട്ടൻ പാലായിക്ക് പോകുന്നുണ്ടോ? ആ, ഇപ്പോൾ തന്നെ തിരിക്കുക. എന്നാ ഇതിലേ വാ, എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. ഇവിടെ വണ്ടിയുണ്ട്. ഹാ, നിന്റെ പപ്പ ഇറങ്ങിയിട്ട് വേണം പിന്നെ അതിൻ്റെ പേരിൽ അടുത്ത മാമാങ്കം. മനുവേട്ട പ്ലീസ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണ്ടേ? നീ പെട്ടെന്ന് ഇറങ്ങിയാൽ ഇവിടെ ആരുണ്ട്? ഇവിടെ രേവതിക്കുട്ടി നോക്കിക്കോളും, വല്യപ്പച്ചനുമുണ്ട്. ഓക്കെ, ഞാൻ എത്തുന്നു. കൂടിയാൽ ഒരു അരമണിക്കൂർ. 25 മിനിറ്റേ എടുത്തുള്ളൂ മനുശങ്കർ സ്നേഹനികേതനത്തിലെത്തുവാൻ. ബൈക്കിലാണ് എത്തിച്ചേർന്നത്. അലീന കാത്തു നിൽപ്പുണ്ടായിരുന്നു. അർമ്മതയുടെ സ്വിച്ച് കീ അവൾ അവനെ ഏൽപ്പിച്ചു. ടെൽസയുടെ കാര്യം രേവതിക്കുട്ടിയെ പ്രത്യേകം പറഞ്ഞു ചുമതലപ്പെടുത്തി. അർമ്മത ജീപ്പ് ഷെഡിൽ കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അലീന ദീർഘയാത്രയ്ക്ക് അത് എടുക്കാറില്ല. മാർക്കറ്റിൽ പോയി പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും മാത്രം എടുക്കാനോ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത്. അത് സ്നേഹനികേതനത്തിന്റെ പൊതു സ്വത്താണെന്നും തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ളതല്ലെന്നും അവൾ വിശ്വസിച്ചിരുന്നു. ഒടുവിൽ അവർ ആ ജീപ്പിൽ തന്നെ പാലായിക്ക് തിരിച്ചു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.